ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ബ്രോക്കർ ഇപ്പോൾ ഓൾറെഡി എക്സ്എൻഎസിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, എക്സ്എൻഎസ് എന്നുള്ള ബ്രോക്കറിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. നമുക്കിനി ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോയും ചെയ്യാൻ ഏത് ബ്രോക്കർ നമ്മൾ സെലക്ട് ചെയ്യും, ഏതാണ് 100% ട്രസ്റ്റബിൾ, അതേപോലെ നമുക്ക് കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബ്രോക്കർ ഏതാ, നല്ല ബ്രോക്കർ ഏതാ. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ബ്രോക്കർ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ബ്രോക്കറിൻ്റെ സ്പ്രെഡ്, ബ്രോക്കറിൻ്റെ വിഡ്രോവൽ കാര്യങ്ങൾ, അതേപോലെ തന്നെ കസ്റ്റമർ സർവീസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് മുഖേന നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെന്ന് എത്തുക ഇതേപോലത്തെ ഒരു പേജിലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡർ പ്രീമിയം ആപ്പ് ട്രേഡ് എവരിവെയർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ ഓപ്പൺ ലൈവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ വെരിഫിക്കേഷൻ ആയിട്ടുള്ള ഇമെയിൽ കൊടുക്കുക. ഓക്കെ, ഇമെയിൽ കൊടുത്തിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക. റെഫേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. റെഫേർഡ് ബൈ എൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കുക. അങ്ങനെ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം, അത് കൊടുക്കാം. ഓക്കെ, ഇൻഡിവിജ്വൽ ഓർ കമ്പനി. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുക. പിന്നെ ഐ ആം നോട്ട് എ US റെസിഡൻറ്റ്, ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് കൊടുക്കുക. പിന്നെ എഗ്രി സ്റ്റാർ ട്രേഡർ യൂസിങ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങളെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. പിന്നെ വല്ല OTP കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. ഈ സെൻഡ് കോഡ് കൊടുക്കണം കേട്ടോ, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഞാനിതിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ലോഗിൻ കൊടുക്കാൻ പോവുക. ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ലോഗിൻ കൊടുത്തു. ഓക്കെ, ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഞാനിവിടെ ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങൾ ഈ പേജോ അല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടാണ് വരിക. ഓക്കെ, ഹോം, അക്കൗണ്ട്, ഫണ്ടഡ്, ഡൗൺലോഡ്, ടൂൾസ്, പ്രൊമോഷൻ, പോയിൻ്റ് മാള്, അതേപോലെ തന്നെ പ്രൊഫൈല്, സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഇങ്ങനത്തെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ $56 കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഡെപ്പോസിറ്റ്, 50% ഡെപ്പോസിറ്റ്, ബോണസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കുറേ സംഭവങ്ങളും കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. അക്കൗണ്ട് ഓപ്പൺ ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ KYCയും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കണം. അതിന് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഫണ്ട് എടുക്കുക. എന്നിട്ട് ഡെപ്പോസിറ്റ് ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി KYCയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വരും. ഓക്കെ, KYCയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വരുമ്പോൾ KYCയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതെനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം അത് പേഴ്സണൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെയാണ്. അത് ഓൾറെഡി ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്കവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, KYCയും കാര്യങ്ങളും കൊടുക്കാൻ സിമ്പിളാണ്. നിങ്ങളെ പാൻ കാർഡോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇതാക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഇനി നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വിഡ്രോവൽ എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്രോവലിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതായത് വിഡ്രോവലിന് എന്ത് കൊടുക്കണം, വിഡ്രോവൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല്. ഓക്കെ, ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു 9 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ആ 9 മാസം കൊടുത്തോ, 9 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് പാസ്വേഡ് ഇല്ലാത്ത PDF സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പാസ്വേഡ് ഇല്ലാത്ത PDF സബ്മിറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ട് റെഡി. പിന്നെ ഡെപ്പോസിറ്റ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റിൽ $10 മുതൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. നോക്കിക്കോട്ടാ. ഞാനിവിടെ $10 കൊടുത്തു. നമുക്ക് മെത്തേഡായിട്ട് ഒരുപാടുണ്ട്. ഇന്ത്യൻ ലോക്കൽ ബാങ്ക് വയർ ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ ബിറ്റ് വാലറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, UPI ഉണ്ട്, USDC അഡ്രിയം 1 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതേപോലെ തന്നെ USDT ഉണ്ട്, ETH ഉണ്ട്, ബിനാൻസ് പേ ഉണ്ട്, സ്റ്റിക് പേ ഉണ്ട്, ആപ്പിൾ പേ, ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എനേബിൾ ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും UPI.
ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഗൂഗിൾ പേ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വിഡ്രോവൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ $10 ഉണ്ട്. ഓക്കെ, $10 ഞെക്കി. ഓക്കെ, അക്കൗണ്ട് മാറ്റി കൊടുക്കണം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ $10 ഉണ്ട്. വിഡ്രോയിൽ 30. സോ വിഡ്രോവലിന് നമ്മൾ $30 കൊടുക്കാം. $30 കണ്ടിന്യൂ. സോ നമ്മളിവിടെ വിഡ്രോവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ $30 സോ UPI വഴിയാണെങ്കിൽ നമുക്ക് $10 വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, UPI ആണെങ്കിൽ $10 വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ IDPOA വെരിഫിക്കേഷൻ ഉണ്ട്. IDPOA വെരിഫിക്കേഷൻ, ഈ വെരിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കണം എന്നുള്ളത്. സോ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ 1 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അതിവിടെ അക്സെപ്റ്റ് ആക്കിയില്ല. പിന്നെ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആണ്. ഓക്കെ, അതും ഇവിടെ അക്സെപ്റ്റ് ആക്കില്ല. സ്ക്രീൻഷോട്ടും അക്സെപ്റ്റ് ആക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു 9 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, അത് കോപ്പി എടുക്കുക, എന്നിട്ടത് സ്കാൻ ചെയ്യുക, എന്നിട്ടത് PDF ആക്കുക, എന്നിട്ടത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. മനസ്സിലായോ? സോ വെരിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ എന്നുള്ളത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ID വെരിഫിക്കേഷനിൽ കാണാൻ പറ്റും. സോ ഓൺ ദിസ് ഡിവൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക. വാലിഡ് ഡോക്യുമെൻ്റ് വിത്ത് അഡ്രസ് ഡീറ്റെയിൽസ്, ബാങ്ക് ഡോക്യുമെൻറ്റ്സ് ലാസ്റ്റ് 6 മന്ത്, യൂട്ടിലിറ്റി ബില്ല് ലാസ്റ്റ് 6 മന്ത്, ഗവൺമെൻറ് ഇഷ്യൂ ഡോക്യുമെൻറ്റ്, ഇതിലേത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് ഇത്രയേ ഉള്ളൂ. സോ ഇത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കി വിടാം. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. സോ വിഡ്രോവൽ എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ കൊടുത്തിരിക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ബ്രോക്കർ ഓപ്പൺ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഈ ബ്രോക്കർ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബ്രോക്കർ യൂസ് ചെയ്തോ. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കാം. ഓക്കെ, സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ കസ്റ്റമർ സർവീസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ അയച്ചുതരാം. അവരുടെ നമ്പറും കാര്യങ്ങളും അയച്ചുതരാം. നിങ്ങൾക്ക് അവരെയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെ ഇതിൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. ലിങ്കും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.